പ്രിയപ്പെട്ട പഠിതാക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമ്മുടെ SGOU യൂണിവേഴ്സിറ്റിയിലെ ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും അവരുടെ അസൈൻമെന്റിന് ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ സംശയം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് സെറ്റ് 2 അഥവാ അനലിറ്റിക്കൽ അസൈൻമെന്റ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ എങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു കണ്ടന്റ്, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഫുൾ മാർക്ക് വരെ കിട്ടാറുണ്ട്. അപ്പോൾ മെയിൻലി ആദ്യം അസൈൻമെന്റ് വേണ്ടത്, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷെ പല വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഇൻടേക്ക് 3 2023 അഡ്മിഷൻ ആണ്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അല്ലേ, BA ഇംഗ്ലീഷുകാർക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. അതിലെ വുമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു പേപ്പറാണ്. അതിലുള്ള സെറ്റ് 2 സെമസ്റ്റർ 5 പഠിക്കാനുള്ള സെറ്റ് 2ന്റെ ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതേപോലെ നിങ്ങൾക്കറിയും 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ഒന്ന് മാത്രം അതിൽ നിന്ന് നാം സെലക്ട് ചെയ്ത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നിങ്ങളുടെ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏതാണോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഫുൾ മാർക്ക് എഴുതാൻ കഴിയുന്ന തോന്നുന്നത് ഏതാണ്, അത് മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ അസൈൻമെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു AI ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ChatGPT ആണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റി സെലക്ട് ചെയ്യുക, ജെമിനി ഉപയോഗിക്കുക. നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന AI ടൂളുകൾ ഏതാണോ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ChatGPT ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ChatGPT ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ChatGPT എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് അതേപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ChatGPT എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ChatGPT വരുന്നതാണ്. ഒരു AI ടൂളാണ്, ബെസ്റ്റ് ആയിട്ടുള്ളൊരു AI ടൂളാണ്. അതിൽ വന്നിട്ട് ന്യൂ ചാറ്റിംഗ് എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇതൊരു പ്രോ വേർഷനൊന്നും അല്ല കേട്ടോ, നോർമലായിട്ട് വരുന്ന ഒരു ChatGPT തന്നെയാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ChatGPTയിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് PDF നിങ്ങൾ എന്ത് ചെയ്യുക, അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. PDF ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അത് മാത്രം ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ മൊത്തത്തിലുള്ള ഒരു ഇമേജ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്ലോഡ് ഇമേജ് എന്നുള്ളത്, അപ്ലോഡ് ഫോട്ടോ ആൻഡ് ഫയൽസ് എന്നുള്ള ഭാഗം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണ് ആ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ PDF നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഇമേജ് ഇതിലേക്ക് ഞാൻ സെലക്ട് ആവുന്നുണ്ട്. ജസ്റ്റ് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, അത് ലോഡ് ആവുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഉറപ്പ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതെ, വുമൻസ് റൈറ്റിംഗ് സെറ്റ് 2 നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. ഇതിന് കുറച്ച് പ്രോംപ്റ്റുകൾ ആദ്യം കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടല്ലേ, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള നിയമങ്ങൾ ഒന്ന് മലയാളത്തിൽ പറയാമോ? ഇതൊന്ന് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ മതി, മലയാളത്തിൽ പറയാമോ. അപ്പൊ നിങ്ങൾക്ക് അത് ലോഡായി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ലോഡായി വരുന്നുണ്ട് അല്ലേ. ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇതും വായിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിന്റെ മലയാളം വന്നിട്ടുണ്ട്. പൊതുവായ നിർദ്ദേശങ്ങൾ, ഉത്തരം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രധാന വാദം മെയിൻ ആർഗ്യുമെന്റ് വ്യക്തമായി ചുരുക്കത്തിൽ എഴുതുക. അഥവാ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ പറ്റി പറയുകയാണ്, നമ്മുടെ സബ്ജക്ട് ഏതാണെന്നുള്ളത്, നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതൊക്കെ കറക്റ്റ് അവിടെ ഏതാണെന്നുള്ളതാണ് വായിക്കുന്നത്. ഇതിലൂടെ നിങ്ങളുടെ വിശകലനത്തിന്റെ ദിശ വ്യക്തമാവും. വായനക്കാർക്ക് നിങ്ങളുടെ ആശയം എളുപ്പത്തിൽ മനസ്സിലാവും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നിങ്ങളുടെ വിശകലനത്തെ ഉദാഹരണങ്ങളും കൃത്യതയിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉപയോഗിച്ച് പിന്തുണക്കുക അല്ലെ. അതായത് റഫറൻസ് കാര്യങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് സബ്ജക്ട് അവിടെ വലിച്ചു വാലി ചെയ്യാൻ പറ്റില്ല, അതിന് കൃത്യമായ എവിഡൻസുകൾ അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്.
പിന്നെ സാരാംശം പറയുന്നതിൽ മാത്രം നിൽക്കാതെ വിമർശനാത്മകമായ വിശകലനത്തിലേക്ക് കടക്കുക. പറയാണ് എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നുള്ളത്. മെയിൻ ഹെഡിങ് അല്ലെങ്കിൽ ഹെഡിങ് ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രം പോരാ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അസൈൻമെന്റിന് കുറഞ്ഞത് 10 പേജുകൾ ഉണ്ടായിരിക്കണം അല്ലെ. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻമെന്റ് 5 പേജ് 4 പേജിൽ കൊടുക്കും. അതുപോലെ 10 പേജ് വേണം. കൂടുതൽ പേജ് ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ. കൂടുതൽ പേജ് ഉണ്ടായാലും അത് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ മാർക്ക് ഇടുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു ഇതിനോട് അടുത്ത് നിൽക്കണം. നിങ്ങൾ 10, 12, 13 പേജ് വരെ നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. 15 പേജ് വരെ പോവാം. അതിനപ്പുറം പോയി കഴിഞ്ഞാലും അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ആർഗ്യുമെന്റുകളും വാദിച്ച് നമ്മളതിനുള്ളിൽ കണ്ടന്റ് കൺക്ലൂഡ് ചെയ്യണം. ഇതിന് പുറമെ മൊത്തം 5 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക. ഓരോ ചോദ്യത്തിനും 15 മാർക്കാണ്. സെറ്റ് 1 ആണെങ്കിൽ 10 മാർക്ക് ആയിരിക്കും അല്ലേ. ഇവിടെ സെറ്റ് 2ന് 15 മാർക്ക് വീതം എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുക. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് മലയാളം ഇവിടെ പറയിപ്പിച്ചത്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ചാറ്റ് GPT നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നേരെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഈ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു അസൈൻമെൻറ്റ് എനിക്ക് വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. പ്ലീസ്, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാ, ഇംഗ്ലീഷിൽ എഴുതാ, നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജിൽ എഴുതാം കേട്ടോ. അക്ഷരത്തെറ്റുണ്ടായത് കുഴപ്പമില്ല, ഗ്രാമർ മിസ്റ്റേക്ക് പ്രശ്നമല്ല, ഇതൊക്കെ ഒരു AI ടൂളിന് അറിയാം. അപ്പോൾ അതിൽ മാക്സിമം ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി. ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. പ്ലീസ് സെലക്ട് സിമ്പിൾ 1 question, സിമ്പിൾ 1 question ആൻഡ് അനലൈസ് എന്നാണ് കൊടുക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ നേരിട്ട് എന്ത് ചെയ്തതാണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തത്, എനിക്കിവിടെ ക്വസ്റ്റ്യൻ 3 സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കാരണം പറയുന്നുണ്ട്, എന്താണ് ഇത് സിമ്പിൾ ആവാനുള്ള കാരണം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ 3 തന്നെ എന്ത് ചെയ്യുക, എടുക്കുക. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു അസൈൻമെൻറ്റ് മോഡൽ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത പ്രോംപ്റ്റ് നിങ്ങൾ കൊടുക്കണം. ഇവിടെ ഇത് ജസ്റ്റ് ഇവിടെ ഒരു കൺക്ലൂഷൻ, അതേപോലെ കുറച്ച് വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് മേക്ക് അനലിറ്റിക്കൽ അസൈൻമെൻറ്റ്. ഒരു അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയാണ്. ആൻഡ് കൺസിഡർ ഓൾ ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഇപ്പം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യണം, പാലിക്കണം. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു അസൈൻമെൻറ്റ്, അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് ഉണ്ടാക്കുക. ഓക്കെ, നമുക്കൊരു പേജിൻ്റെ കണക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, പേജ് നമുക്കൊരു 15 പേജിലേക്കുള്ളത് കൊടുക്കുക. 15 പേജ് പറയാം. ഇൻക്ലൂഡ് ഇൻ 15 പേജസ് അല്ലേ, 15 പേജസ് എന്നുള്ളത് കൊടുക്കുക. പിന്നെന്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റുകൾ മൊത്തം ഇവിടെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നമ്മളിപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചാണ് റിസൾട്ട് വരിക. ഇവിടെ വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു തുടക്കത്തിൽ തന്നെ പ്രോംപ്റ്റ് ഒന്നും പാടെ ഒന്ന് ഐ ആം SGOU BA ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് അത് കൊടുക്കുക. BA ഇംഗ്ലീഷ് 5th സെം സ്റ്റുഡൻറ്റ് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ 3rd ഇയർ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക അല്ലേ. 3rd ഇയർ സ്റ്റുഡൻറ്റ്, എൻ്റെ ഒരു 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഐ നീഡ് എ അസൈൻമെൻറ്റ്. അത് കൊടുക്കുക. പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ജസ്റ്റ് ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മലയാളം കൊടുക്കാം കേട്ടോ. എനിക്ക് അസൈൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ മലയാളത്തിലും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇത് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കൊടുക്കുക. ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുത്തു. എന്താണ് റിസൾട്ട് വരുന്നത് നോക്കട്ടെ. നമ്മളെ റിസൾട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ അസൈൻമെന്റ് ഇവിടെ കാണാൻ സാധിക്കും. അസൈൻമെന്റ് കോഴ്സ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്, ടോപ്പിക് ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ടോപ്പിക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഏകദേശം അസൈൻമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. കൺക്ലൂഷൻ വന്നു, റെഫറൻസ് വരെ ഇവിടെ വന്നു. ഇനി ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യണം, നമ്മളത് കൊടുക്കണം. നേരിട്ട് എന്ത് ചെയ്യരുത്, ഇതൊരിക്കലും ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്താലും നിങ്ങൾക്ക് എഡിറ്റ് വരുത്താനുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, എഡിറ്റ് വരുത്തണം. ഒന്നുകൂടെ മാനിപ്പുലേഷൻ വരുത്തേണ്ടതുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ കണ്ടന്റ് പേജ് തന്നിട്ടില്ല അല്ലേ. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആദ്യം ഒരു കണ്ടന്റ് പേജ് വെക്കാറുണ്ട്. അഥവാ ആദ്യം ഇത്രാമത്തെ പേജിൽ ഇൻട്രൊഡക്ഷൻ ആണ്, മെയിൻ കണ്ടന്റ്സ്, അതേപോലെ റെഫറൻസ്, ഫുട് നോട്ട് ഇങ്ങനെയൊക്കെയാണൊക്കെ പറഞ്ഞിട്ട് വെക്കാറുണ്ട് അല്ലേ, കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജിപിടി തന്നെ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുക. അതില്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് ഫ്രണ്ട് പേജിൽ വരണം. നമ്മൾ ആദ്യം കൊടുത്തിട്ടില്ലായിരുന്നു. പ്ലീസ് സെറ്റ് ഫസ്റ്റ് പേജ് ആസ് കണ്ടന്റ്. വേണമെങ്കിൽ എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ കൊടുക്കട്ടോ. ചിലപ്പം എക്സാമ്പിൾ ഇൻട്രോ, മെയിൻ കണ്ടൻസ്, നെയിം, പിന്നെ ഇൻട്രോ ഒരു മെയിൻ കണ്ടൻസ് നെയിം, കൺക്ലൂഷൻ, റെഫറൻസസ്, ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടുള്ള ഇത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം എന്താണ് വരുന്നത് നോക്കാം. കണ്ടില്ലേ, കറക്റ്റ് വരുന്നുണ്ട്. കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് തുടക്കത്തിൽ കൊടുക്കാനുള്ള ഒരു ഭാഗമാണത്. ചില സമയങ്ങളിൽ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പിന്നെ താഴേക്ക് വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു A4 ആദ്യത്തെ A4 കൊള്ളണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ ഇതിലില്ലാത്തത് ഉണ്ടെങ്കിൽ താഴെ പ്രോംപ്റ്റ് കൊടുക്കുക. കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് എഡിറ്റ് വരുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജ് കിട്ടി ഇവിടെ. ഇനി എന്ത് ചെയ്യുക, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യണം. കണ്ടന്റ് എന്നുള്ള ഭാഗം ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്യണം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, Ctrl+C നിൽക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണോ വേർഡ് ഫയലോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ എഴുതുന്നത്, വാട്സപ്പിലാണെങ്കിൽ അതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു PDF രൂപത്തിലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇതൊന്ന് ഇവിടെ പുതിയൊരു ഇതെടുത്ത് തുടങ്ങുക. പുതിയൊരു ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഷീറ്റാണ്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, ആദ്യം നമ്മളെ ആ ഒരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ആ PDF ഇമേജ് ഫയലൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാം അല്ലേ. മറ്റേത് ഏതാണോ വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അവിടെ ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇമേജ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഇമേജ് ഇവിടെ എത്തി. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ഇതിലായിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും വേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി അല്ലേ. ഇതിവിടെ ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കൊണ്ടും, ക്വസ്റ്റ്യൻ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് കൊണ്ട്, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, അത് മാത്രം നമുക്ക് എടുത്ത് ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ആ ക്വസ്റ്റ്യനും ഇവിടെ എത്തിപ്പോൾ. ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ വരില്ല ഏതാണെന്നുള്ളത്. ഫസ്റ്റുള്ള പേജ് ഇതായി. ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിർബന്ധമുള്ള ആവശ്യമൊന്നുമല്ല. പിന്നെ അസൈൻമെൻ്റ് എന്ന് പറയുന്നതും തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിത് നോക്കിയിട്ട് A4 നോക്കി എഴുതണമല്ലോ. A4 ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നോക്കി എഴുതണമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തെ പേജ് സെറ്റ് ചെയ്യാണ്. നമ്മുടെ കണ്ടന്റ് ഇവിടെ കോപ്പി ഒന്നും ഇവിടെ ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു കണ്ടന്റ് അല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ മാറ്റം വരുത്താം. ഓക്കെ, ഒരു ഇത് വന്നു. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒഴിവാക്കട്ടോ. നിങ്ങൾക്ക് 1-2 ഈ ഒരു ഭാഗേ ചിലപ്പോൾ അത് ഓർഡറിൽ വരില്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒഴിവാക്കുന്നുണ്ട്. 4 എന്നുള്ളത് ഈ ഒരു പേജ് നമ്പർ കൊടുത്തത് ഇതൊക്കെ ഇവിടെ ഒഴിവാക്കുന്നുണ്ട്. ഇത് ഒരുമിച്ച് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയാൽ മതി.
ഓക്കെ, അപ്പോൾ ആദ്യത്തെ പേജ് സെറ്റായി നമുക്ക് വന്നു അല്ലേ. ഇനി രണ്ടാമത്തെ പേജിലേക്ക് പോവാം. രണ്ടാമത്തെ പേജ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഞാനിവിടെ കൊടുക്കുകയാണ് അല്ലേ, ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ, ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷന്, മെയിൻ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷന്. കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കണമെങ്കിൽ റെഡിയാക്കുക. ഇതൊക്കെയാണ് ഫോണ്ട് സൈസ് 13 ഇതൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എഴുതുന്ന സമയത്ത് A4 കുറച്ചേ വരുന്നുള്ളൂ അല്ലേ. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇൻട്രൊഡക്ഷന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇൻട്രൊഡക്ഷൻ ഇതിലുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ ചെറിയ എഴുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഫുള്ളായിട്ട് A4 പകുതിയോ അല്ലെങ്കിൽ കുറഞ്ഞ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക, വീണ്ടും നമ്മുടെ ചാറ്റ് GPT വന്നിട്ട് താഴെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്ലീസ് എക്സ്പാൻഡ് ഇറ്റ് എന്നോ അല്ലെങ്കിൽ ദിസ് വേർഡ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് എന്ത് ചെയ്യും, ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. ഇവിടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഉണ്ട്. ഇത്ര മതി നമുക്ക് അല്ലേ, ഇത് മതി. അപ്പോൾ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അടുത്ത പേജിലേക്ക് വരാണ്. മൂന്നാമത്തെ പേജിലേക്ക് വന്നിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇത് മൊത്തം എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുവരണം. ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യട്ടോ. ഇവിടുന്ന് മൊത്തം കോപ്പി ചെയ്യാം, മൊത്തം കോപ്പി ചെയ്യാം അല്ലേ. ഒരു ഇതുവരെ കൂടുതൽ റെഫറൻസ് ഞാനിപ്പോൾ എടുക്കുന്നില്ല, നമുക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കൺക്ലൂഷൻ വരെ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു അവലോകനം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹെഡിങ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളർ വേണമെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. ചെറിയ ഒരു ഇഷ്ടമുള്ള കളറിലേക്ക് കൊടുക്കുക. അതൊക്കെ ഈ ഒരു എക്സല് അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വേർഡ് അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യങ്ങൾ റെഡി ആക്കി കൊടുക്കുക. അല്ലേ, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. പാരഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് തുടങ്ങുക. പിന്നെ ഇത് അടുത്ത പേജിലേക്ക് കൊണ്ടുപോവാണ്. ഇതിൽ കൂടുതലും തിയറീസ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചില ആളുകൾക്ക് പ്രോബ്ലം പേപ്പർ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോബ്ലം ഇതേപോലെ കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് അതിനനുസരിച്ച് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോക്കിയിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു റഫായിട്ടുള്ളൊരു ക്രിയേഷനാണത്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കുകയല്ല. റഫായിട്ടുള്ള ഒരു ഇതാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാണെന്നുള്ളൂ. പല ആളുകൾക്കും വിഷയങ്ങൾ അറിയുന്നുണ്ടാകും, അവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പല ആളുകൾക്കും ഉപകാരപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അസൈൻമെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, കൂടുതൽ മാർക്ക് എങ്ങനെ ഏൺ ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. കൺക്ലൂഷൻ എന്നുള്ളത് അടുത്ത പേജിലേക്ക് കൊണ്ടുപോവാം. നമുക്ക് ഇവിടെ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ എനിക്ക് തോന്നുകയാണ് ഇത് കുറവാണെന്നുള്ളത് അല്ലേ, കുറച്ച് കണ്ടന്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്ത് ഞാൻ വീണ്ടും നമ്മുടെ ചാറ്റ് GPT വന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്ലീസ് എക്സ്പാൻഡ് കൊടുക്കുകയാണ്. വിത്ത് പോയിന്റ്സ് എന്നോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് എന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എക്സാമ്പിൾസോടെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അതൊന്ന് അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിന്റുകളൊക്കെ ഇവിടെ കൂടുതൽ തരുന്നുണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഇപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അസൈൻമെൻറ്റ് ഒരു 10 പേജ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഫുട് നോട്ട് എഴുതാനുണ്ട്, റെഫറൻസ് ആഡ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കൂടുതലായിട്ടുള്ള എക്സ്പാൻഡ് ചെയ്ത വേർഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടുന്ന് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല,
ഈ ഒരു ഇൻ അഡീഷൻ മുതലുള്ള ഇവിടെ മുതൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അടുത്ത ഒരു പേരായിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അലൈൻമെൻറ്റ് ഫോണ്ട് മാറിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ കൊടുത്ത ഫോണ്ട് തന്നെ കൊടുക്കുക. ഇത് ടൈംസ് ന്യൂ അല്ല, ആ ഒരു ഫോണ്ട് തന്നെ ഇതിൽ കൊടുക്കാം. ഓക്കെ, ഫോണ്ട് സൈസ് സെറ്റായി, ഇങ്ങനെ വന്നു. ഇനി കൺക്ലൂഷനും തന്നെ ഒന്നും വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൺക്ലൂഷൻ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു എക്സ്പാൻഡ് ചെയ്യണമെന്ന്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൻ പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ അവസാനത്തെ ഒരു ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഞാൻ അത്ര മാത്രം എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അടുത്ത ലൈനായിട്ട് കൊടുത്തത് കൺക്ലൂഷൻ എന്നുള്ള ഇത് മാത്രം. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു അസൈൻമെൻറ്റ് നമ്മളിത് ഒരു 11 പേജിലേക്ക് 10 പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്താവുന്നതാണ് അല്ലേ. ഇതിലിപ്പോൾ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിങ്ങനെ വായിക്കണം, മൊത്തം നിങ്ങൾ വായിക്കണമെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അർത്ഥമൊക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കണം അല്ലേ. ഇവിടെ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കണം. ഏതായാലും എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ വെച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ട ആഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളും പാടുണ്ട്. ഒന്ന് എന്ത് വേണം, ഫുട് നോട്ട് വേണം, 2 റെഫറൻസ് വേണം. അപ്പോൾ ആദ്യം ഞാൻ ഫുട് നോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫുട് നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇവിടെ അവസാന ഭാഗത്ത് ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഫുട് നോട്ട് അങ്ങനെ ഉണ്ടാക്കാം, അവസാനം ആഡ് ചെയ്ത് കൊടുക്കാം. ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രാമത്തെ പേജിൽ നിന്നോ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുട് നോട്ട് ഇവിടെ കൊടുക്കുക. രണ്ടാമത്തത് അല്ലേ, മൂന്നാമത്തെ, അങ്ങനെ നിങ്ങൾക്ക് ഫുട് നോട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുക. ഇനി ഫുട് നോട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളിവിടെ അവസാന ഭാഗത്തല്ല ഫുട് നോട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫുട് നോട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഒരു സാധാരണ ഉള്ളൊരു A4 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ കൊടുക്കുമല്ലോ, അങ്ങനെയാണ് ഫുട് നോട്ട് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നത്. ഒരു അനലിറ്റിക്കൽ അസൈൻമെൻറ്റിൽ കൂടുതലൊന്നും ഫുട് നോട്ടിൻ്റെ ആവശ്യമില്ല. കുറച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, ഫുട് നോട്ട് ഉണ്ടായാൽ മതി. ഒരു 4-5 ഫുട് നോട്ടൊക്കെ മതി. ഒരു 10 പേജിൽ 4-5 ഫുട് നോട്ടൊക്കെ മതി. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുട് നോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫുട് നോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫുട് നോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ചാറ്റ് GPT തന്നെ വരുന്നു. പ്ലീസ് സെറ്റ് 1 ഫുട് നോട്ട് സെറ്റ് 1 ഫുട്. ഇവിടെ ഷോർട്ട് എന്ന് കൊടുക്കുക കേട്ടോ, ഷോർട്ടായിട്ടുള്ളൊരു 1 ഫുട് നോട്ട് അല്ലേ. അപ്പോൾ ചാറ്റ് GPT എന്ത് ചെയ്യുന്നത്, അത് വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുട് നോട്ട് കൊടുക്കാമെന്ന് പറയില്ലേ, ഒന്നാമത്തെ ഏത് ഭാഗത്താന്നുള്ളതാണ് ഇവിടെ എടുത്തതിന് ശേഷം ഫുട് നോട്ട്. ഇത് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുക ഫുട് നോട്ട്. എന്നിട്ട് നമ്മുടെ അസൈൻമെൻറ്റിലേക്ക് വരുന്നു. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് സൈസ് കുറക്കാം. അതേപോലെ സ്ലാങ് ഒന്ന് മാറ്റാം. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഫുട് നോട്ട് കൊടുത്തത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം എഴുതുന്ന സമയത്ത് A4ൻ്റെ അവസാന ഭാഗത്തേക്ക് ഇത് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല,
അല്ലെങ്കിൽ എങ്ങനെയാണോ വരുന്നത് നിങ്ങളുടെ ആ ഒരു പേപ്പറിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ താഴേക്ക് പോരുകയാണ്. പിന്നെ ഒരു വേറെ ഫുഡ് നോട്ട് എവിടെയെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും കൊടുക്കുക. ഇവിടെ നമുക്കൊരു ഫുഡ് നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒരു ഫുഡ് നോട്ട് കൊടുക്കുക. ഇത് കോപ്പി ചെയ്തു ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇത് ഇവിടെ സെറ്റ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഫുഡ് നോട്ടിൻ്റെ കാര്യം ഇതാ, മേക്ക് ഷോർട്ട് ഫുഡ് നോട്ട്. ഓക്കെ, അപ്പോൾ അത് അവലോകനം ചെയ്തിട്ട് അല്ലേ അതിനുള്ളൊരു ഫുഡ് നോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് നോട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ താഴത്തുള്ള ഫുഡ് നോട്ട് രണ്ടാമത്തെ തന്നിട്ടുള്ള ഈ ഫുഡ് നോട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ഒരു ലൈൻ ഇട്ട് സെറ്റ് ചെയ്യുന്നു. ഒന്ന് കിട്ടി അല്ലേ. ഇനി മറ്റേതും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഫുള്ളായിട്ട് ഞാൻ കോപ്പി ചെയ്യാം. സോഷ്യൽ 1 മുതൽ തുടങ്ങുന്നത്. ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ കുറക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വന്നത് അല്ലേ. ഫുഡ് നോട്ട് വന്നാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വന്നത് കാണാൻ സാധിക്കും. അപ്പം ഇതിലും ഫുഡ് നോട്ട് വന്നു. ഇനി എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഫുഡ് നോട്ട് ഒന്നും പാടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു ഫുഡ് നോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ഇവാലുവേഷനിൽ വേണമെങ്കിൽ അതിലും കൊടുക്കുക. ഇവിടെ എവിടെയെങ്കിലും ഒരു ഫുഡ് നോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു ഫുഡ് നോട്ട് സെറ്റ് ചെയ്യുക. കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ തന്നെ ഫുഡ് നോട്ട് നമുക്ക് തരും. കാരണം മുമ്പത്തെ പ്രോംപ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് നോട്ട് അവർ തരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് നോട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഞാനിത് റാൻഡായിട്ട് എടുത്തു, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതങ്ങനെ അവിടെ സെറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ക്രിറ്റിക്കൽ ഇവാലുവേഷൻ്റെ ഇവിടെ വന്നു. ഇതിലും ഫുഡ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇതിലൊരു ഫുഡ് നോട്ട് നമുക്ക് ചോദിക്കാം. കൺട്രോൾ കോപ്പി നോക്കുന്നു, കൺട്രോൾ വി. ഇതിൽ നമുക്ക് ഫുഡ് നോട്ട് കിട്ടി. ഓക്കെ, അതിലും ഫുഡ് നോട്ട് വന്നു അല്ലേ. അപ്പോൾ ഏകദേശം സെറ്റായി. ഇനി നമുക്കൊരു റെഫറൻസസ് മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചാറ്റ് ജി പി ടി തന്നെയാണ് ചോദിക്കുന്നത്. പ്ലീസ് ഗിവ്. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്.
ഫുട് നോട്ട് സോറി റെഫറൻസ് ഇവിടെ ഓൾറെഡി ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു റെഫറൻസ് നമുക്ക് തന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നമുക്കത് പോരാ, യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ റദ്ദ് ചെയ്യും, അത്ര പോരാ റെഫറൻസ്. അപ്പോൾ പ്ലീസ് സെറ്റ് റെഫറൻസസ് ആസ് പ്രോപ്പർ ആൻഡ് റിയലിസ്റ്റിക് കേട്ടോ. അതായത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡാറ്റ എടുത്തിട്ടായിരിക്കും തരിക, അപ്പോൾ റിയലിസ്റ്റിക് ആക്കിയിട്ട് തരാൻ വേണ്ടിയിട്ട് പറയാം. ദെൻ ആഡ് ആർട്ടിക്കിൾ, ചിലപ്പോൾ ഏതൊരു മാഗസിൻ ആർട്ടിക്കിൾ എന്നൊക്കെ ആയിരിക്കും. ആർട്ടിക്കിൾ നെയിം, ബുക്ക് നെയിം ഓർ ബുക്ക് നെയിം ഓതർ നെയിം, പിന്നെ പബ്ലിഷ്ഡ് ഡേറ്റ്, ജേണൽസുകളെ ഇൻ്റർനാഷണൽ ജേണലുകളൊക്കെ ആയിരിക്കും, അപ്പോൾ അതിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് ചോദിക്കുക. പിന്നെ ടൈം, പ്ലേസ് അല്ലേ, ഡേറ്റ്, പ്ലേസ്, എവിടെ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു പ്ലേസ് ചോദിക്കുക. ഇഫ് ഇറ്റ് ലാഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. ഇങ്ങനെ ആൻഡ് മേക്ക് സിമ്പിൾ, ഒരു സിമ്പിൾ ലാംഗ്വേജ് തന്നെ ആയിക്കോട്ടെ. നമുക്ക് എത്ര റെഫറൻസ് വേണമെന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ റെഫറൻസസ് പ്രോപ്പർ മേക്ക് ഒരു 7 റെഫറൻസാണ് ആയിക്കോട്ടെ, എന്നാണ് നമ്മൾ ചോദിക്കുന്നത്, അത് കൊടുത്തു. അപ്പോൾ ഒന്നും പാടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫുട് നോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ എണ്ണം ഇവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിക്ക് ഒരിക്കലും ഇങ്ങനെ പുറത്തുനിന്നുള്ള അല്ലേ, ഇത് ചിലപ്പോൾ അമേരിക്ക, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തന്നിട്ടുണ്ടാവും, ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആദ്യം തന്നെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ട് അവർക്ക് ChatGPT ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒന്ന് താഴേക്ക് ഇട്ടിട്ട് ഒരു മാനുവലായിട്ട് നമ്മൾ കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു റെഫറൻസ് എന്ത് ചെയ്യുക, മേലേക്ക് നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ SGOU ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ റെഫറൻസിൻ്റെ ഭാഗത്ത് SGOU ടെക്സ്റ്റ് ബുക്ക് എന്നിട്ട് ഇത്രാമത്തെ വിഷയത്തെ പറ്റി പറയുന്ന ഇതിലുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റെഫറൻസ് ചിലപ്പോൾ 4-5 പേജൊക്കെ ഉണ്ടാവും, 4-5 വരി ലൈൻസിലൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് അതിൻ്റെ ഒരു മാർക്ക് ഇൻവെർട്ടർ കോമയെ കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ആ കോട്ട് അവിടെ കൊടുത്താൽ മതി. റെഫറൻസിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന ഭാഗത്ത് പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കുഴപ്പമില്ലാത്ത രൂപത്തിൽ മാർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, ഒരു ടിപ്സാണിത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു അല്ലേ. ഈ ഒരു ഭാഗത്ത് റെഫറൻസ് എന്നുള്ള ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാകും, എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏകദേശം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 12 പേജാണ് നിങ്ങൾക്ക് അല്ലേ കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് 12 പേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അസൈൻമെൻറ്റ് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾക്ക് താഴെ കൊടുക്കുക, ഒരു ഡ്രൈവ് ലിങ്കിൽ ഉണ്ടാവും, അതിൽ കയറി കഴിഞ്ഞാൽ ഈ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, ഞാൻ PDF ആക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.